നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പാട്ടുകാരിയാണെന്നുള്ള കാര്യം മറച്ചു വെച്ചതും കൃഷ്ണ തുളസി ഞാനാണെന്നുള്ളതും വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് ഞാനാണെന്നൊക്കെ തിരിച്ചറിഞ്ഞാലോ? അമ്മയ്ക്ക് എന്തുമാത്രം ദേഷ്യാവും കൃഷ്ണ. ശ്യാമേ, എന്താ ശ്യാമേ അമ്മ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വരാത്തെ? അമ്മയെ വിളിക്കാൻ പോയ നിന്നെയും പിന്നെ കണ്ടില്ല. എന്തു പറ്റി ശ്യാമേ? എടുത്തേ, അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്ത് കാര്യങ്ങള്? അശ്വതി ചേച്ചിയുടെ കാര്യങ്ങള്. അശ്വതി ചേച്ചിയുടെ പേര് അഭിരാമിയാണെന്നും അരുണേന്റെ കാമുകയായിരുന്നു എല്ലാം അറിഞ്ഞു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. നമുക്ക് രണ്ടുപേർക്കും കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളതും പറഞ്ഞു. നീ ഇത് പറയണ്ടായിരുന്നു ശ്യാമേ. എടുത്തി, എല്ലാം അമ്മ അറിയുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നി. അമ്മയാണ് ഈ കാര്യത്തിൽ ശക്തമായിട്ട് ഇടപെടേണ്ട ആള്. കാര്യമൊക്കെ ശരിയാണ്. നമ്മളത് അറിഞ്ഞിട്ട് ഇത്രയും നാളെല്ലാം മറച്ചു വെച്ചു എന്നറിഞ്ഞ അമ്മയുടെ മനസ്സിലത് പകയുണ്ടാക്കും. എടുത്തി പേടിക്കണ്ട. എല്ലാത്തിനും ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. അതെന്ത് പറച്ചില്ല ശ്യാമേ? എനിക്ക് എന്തെങ്കിലും കുഴപ്പമാവെന്ന് വെച്ചിട്ടല്ല ഞാൻ പറഞ്ഞേ. ഈ ഒരു വലിയ രഹസ്യം അമ്മ അറിഞ്ഞു. ഇനി അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നീക്കങ്ങൾ ഉണ്ടാവുമെന്നാ ഞാൻ ചോദിച്ചത്. സത്യത്തിൽ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു പിടിയുമില്ല. എന്തും സംഭവിക്കാം. അശ്വതിക്ക് എന്തെങ്കിലും ആപത്ത് വന്നേക്കോ? പറഞ്ഞില്ലേ, അമ്മ ഇനി ഏത് രീതിയിലൊക്കെ ചിന്തിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. അശ്വതി ചേച്ചിക്കെതിരെ ഒരു പക വന്നു കഴിഞ്ഞു. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ വേണ്ടി അമ്മ എന്തും ചെയ്യും. പണ്ട് അരുണിനെ അശ്വതിയും തമ്മിൽ അകറ്റിയതേ ഉള്ളൂ എങ്കിൽ ഇപ്പൊ ചിലപ്പോ എന്നേക്കുമായി ഇല്ലാതാക്കിയെന്ന് തന്നെ ഇരിക്കും. ശ്യാമേ, ഈ കുടുംബത്തിന്റെ അഭിമാനം അമ്മ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അത് രക്ഷിക്കാൻ വേണ്ടി അമ്മ ഏതറ്റം വരെയും പോവും. ഇതിനിടയിൽ പെടാൻ പോകുന്നത് നമ്മൾ രണ്ടുപേരും ആയിരിക്കും. എടുത്തി, എന്ത് വന്നാലും ശരി, ഈ പ്രശ്നത്തിൽ എടുത്തി ഇനി ഞാൻ വലിച്ചിടില്ല. എടുത്തി നേരത്തെ തന്നെ കുറെ അനുഭവിച്ചു കഴിഞ്ഞു. എന്തായാലും വരട്ടെ. കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചാൽ മതിയായിരുന്നു. ശ്യാമേ, എന്താ എടുത്തി? അരുൺ അറിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും നടക്കുക? നിനക്കെന്താ തോന്നുന്നത്? എനിക്കൊന്നും അറിയില്ല എടുത്തി. എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെ സംഭവിച്ചാലും അതിനെ നേരിടുക, അത്ര തന്നെ. അത് തന്നെ ഇപ്പൊ ഞാൻ കൃഷ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കണ്ണാ, അമൃതയെടുത്തി പറഞ്ഞതുപോലെ അരുണേണ്ണറിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്? കൃഷ്ണ, എനിക്ക് ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.